അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വിന്റേജ് ജേണൽ ബുക്കാണ്. നമ്മളെ ഒരു A5 സൈസിലുള്ള ജേണൽ ബുക്കാണ് ചെയ്യുന്നത്. അതായത് ഒരു A4ന്റെ ഹാഫ്. അപ്പോൾ ഞാനൊരു 15 A4 ഷീറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഈ 15 A4 ഷീറ്റ്സിനും ഞാൻ ഹാഫ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 30 പേജസ് കിട്ടും. അങ്ങനെ എല്ലാതും ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേജസിനൊക്കെ ഒരു വിന്റേജ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഡൈ ചെയ്തെടുക്കണം. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിന്റേജ് ലുക്ക് ഒക്കെ കിട്ടും. നോർമലി കോഫി ഡേ ടീ ഡേ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് അതല്ല. എനിക്ക് ഈ കോഫിയുടെയും ടീയുടെയും സ്മെല്ലൊന്നും തീരെ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെയിന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മെത്തേഡൊക്കെ ഏറെക്കൊരു സെയിം തന്നെയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആവശ്യത്തിന് പെയിന്റ് ഒഴിച്ചു കൊടുക്കും. കുറച്ചും കൂടി ഡാർക്ക് കളേഴ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെയിന്റ് കൂടുതൽ ഒഴിച്ചാൽ മതി. ഇനി ലൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ പെയിന്റ് കുറച്ച് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് അതിനെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പേഴ്സ് ഒന്ന് നമുക്ക് അതിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരുപാട് ഡാർക്കും ആക്കിയിട്ടില്ല, ഒരുപാട് ലൈറ്റും ആക്കിയിട്ടില്ല. രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു ഷെയ്ഡിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ പേപ്പേഴ്സും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ പേപ്പേഴ്സിനൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. സൂര്യനായിട്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ആവശ്യത്തിലധികം വെളിച്ചം വെയിലും സംഭവങ്ങളൊക്കെ തരുന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ടെറസിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കാണ് ചെയ്തത്. പിന്നെ അൺസൈക്കബിൾ ചൂടും വെയിലൊക്കെ വന്ന കാരണം ഞാൻ പിന്നെ കെട്ടുകിടക്കൊക്കെ എടുത്തിട്ട് താഴ്ത്തിക്ക് തന്നെ കൊണ്ടുവന്നിട്ട് എല്ലാം അയൺ ചെയ്തെടുത്തു. അയൺ ചെയ്താലും വെയിലത്ത് വെച്ച് ഉണക്കിയാലൊന്നും കുഴപ്പമില്ല, നമുക്കിത് ഡ്രൈ ആയി കിട്ടിയാൽ മതി സംഭവം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിട്ടിയപ്പോഴാണ് എനിക്ക് ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് ടിയർ ചെയ്യാൻ തോന്നിയത്. ഞാൻ ആദ്യം സൈഡ്സ് ഒന്നും ടിയർ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് സൈഡ്സ് ഒക്കെ ടിയർ ചെയ്താൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും തോന്നിയ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് സൈഡ്സ് ഒക്കെ ടിയർ ചെയ്യണമെന്ന് ആദ്യമേ തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണേക്കാൾ മുന്നൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ എല്ലാ പേപ്പേഴ്സും ഇതുപോലെ സൈഡ്സ് ഒക്കെ ഒന്ന് ടിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ, നമുക്കിത് ബുക്കാക്കണ്ടേ. അപ്പോൾ ബുക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ പേജസിനും ഇതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒരുമിച്ച് വെച്ചെടുത്തിട്ട് നമ്മൾ നോർമൽ ബുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ വേറെ ക്ലിപ്സ് ഒന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ ഈ ലോണ്ടറി ക്ലിപ്പൊക്കെ എടുത്ത് കുത്തിയിട്ടുണ്ട്. ഇത് ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവം സെക്യൂർ ആയിട്ടിരുന്ന് നല്ല രീതിക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ മതി. ബുക്ക് പിന്നെ വിട്ടൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടി നല്ല രീതിക്ക് ഗ്ലൂ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് അത് ഡ്രൈ ആവാൻ വെക്കും. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നമ്മുടെ ബുക്കിന്റെ കവർ. ബുക്കിന്റെ കവർ ഉണ്ടാക്കണേക്കാൾ മുന്നേ ബുക്കിന്റെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേപ്പർ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഞാനൊരു ബ്രൗൺ പെയിന്റ് ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ സാധാരണ ചാർട്ട് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ബുക്കിന്റെ കവറിന് വേണ്ടിയിട്ട് ബുക്കിന്റെ സൈസിൽ 2 കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കണം ആ ബ്രൗൺ പേപ്പറിന്റെ മുകളിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സെന്ററിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വെച്ച് കൊടുത്തോളൂ. നമ്മുടെ ബുക്കിന്റെ ആ ഒരു ഗ്യാപ്പ് തന്നെ വെച്ച് കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ബ്രൗൺ പേപ്പറിനെ സൈഡ്സ് ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ബുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണ പോലെ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബുക്ക് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒന്നും കൂടി ഒന്ന് സെക്യൂർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ സൈഡിൽ ഇതുപോലെ ഒരു പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി സംഭവം സെക്യൂർ ആണ്, എന്നാലും ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തേക്കുന്നത്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുക്ക് നമ്മുടെ ആ ചട്ട ആ സംഭവത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിൽ മാത്രം ഇതുപോലെ ഗ്ലൂ തിരിച്ചിട്ട് നമ്മുടെ ഈ പേജസ് മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബുക്കിന്റെ സെന്റർ ഒട്ടിച്ചു കൊടുക്കരുത്. ഇതുപോലെ 2 പേജസ് മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് നിവരില്ല, അതായത് തുറക്കാനോ അടയ്ക്കാനോ ശരിക്കും പറ്റില്ല. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സെന്ററിൽ ഒട്ടിക്കരുത്. ഇതുപോലെ സൈഡ്സ് മാത്രം ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തുറക്കാനോ അടയ്ക്കാനൊക്കെ പറ്റും. അതൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബുക്ക് ഇവിടെ സെറ്റാണ്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഡയറി ലുക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ലേസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാന്ന്. എന്റെ കയ്യിൽ 2 ലേസ് ഉണ്ടായിരുന്നു. 2 ലേസും വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ലേസാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലേസ് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി കൂടുതൽ ചെയ്തിട്ട് അലമ്പാക്കണ്ടെന്ന് വെച്ചിട്ട് അവിടെ വരെ ചെയ്തിട്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിച്ചു. പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ത്വര കാരണം ഞാൻ 2 സ്റ്റിക്കേഴ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ച് നോക്കി. പിന്നെ അങ്ങനെ 2 വെച്ചപ്പോൾ ഇത്തിരി ആർഭാടായിട്ട് ഫീൽ ചെയ്ത കാരണം ഞാൻ ആ ഫ്ലോറൽ സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചിട്ട് തൽക്കാലം ഒന്ന് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു ബ്ലാങ്ക് സ്പേസ് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ പേജസ് ഡൈ ചെയ്യുമ്പോൾ ഞാൻ എക്സ്ട്രാ 2 പേജസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ജേർണലിൽ നിന്നൊക്കെ നീതി കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബുക്കിന്റെ മുകളിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇത്രയും സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ വരെ ഫീൽ ചെയ്തു. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല, ഒരു ഉണ്ടാക്കലും കൂടി ഉണ്ടാക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഗിവ് അവേ കൊടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബുക്കിന്റെ കവർ പേജ് ആണെന്നുണ്ടെങ്കിലും പേജസ് ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗിവ് അവയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും നമ്മൾ ജേർണൽ സപ്ലീസിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.